പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്മസിനെ പറ്റിയാണ്. ഈശോ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ മാലാഖമാർ ഇങ്ങനെ ഒരു പാട്ട് പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് പാടിയത്? മാലാഖമാർ വിശുദ്ധരാണ്, വിശുദ്ധന്മാർ വിശുദ്ധരാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുകൊണ്ട് ഈശോ തന്നെ വിശുദ്ധിയുടെ വിശുദ്ധനായിരുന്നതുകൊണ്ട് ഈ പാട്ട് സ്വർഗത്തിൽ നിന്ന് പാടുകയുണ്ടായി. വിശുദ്ധിയായി തീരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ആണെന്ന് അറിയാനുള്ള മാർഗം എന്താണ്? അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നവർ ആരാണ്? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവർ വിശുദ്ധരാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ, മദർ തെരേസ തുടങ്ങിയവരെല്ലാം ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നവരാണ്. അവർ വിശുദ്ധരായി തീർന്നു. അവർ കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്തത്, അതിനനുസരിച്ച് പിന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ പാവങ്ങളിൽ ദൈവത്തെ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ചെറിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈശോ ചെറുതായിട്ട് തീർന്നു, മനുഷ്യനായിട്ട് തീർന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നവനായിട്ട് തീർന്നു. അതുകൊണ്ടാണ് ദൈവം അത്യുന്നതങ്ങളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യനായിട്ട് തീർന്നു. അപ്പോൾ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാർ അന്ന് പാടിയതുപോലെ ഇന്ന് നമ്മളെപ്പറ്റി പാടാനായിട്ട് സാധിക്കുമോ എന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് വിശുദ്ധരായിട്ട് തീരുന്നത്? ദൈവം തന്ന പ്രമാണങ്ങൾ അനുസരിക്കുക, തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധരായിട്ട് തീരാനായിട്ട് സാധിക്കും. വിശുദ്ധരെല്ലാം അങ്ങനെയാണല്ലോ ചെയ്തത്. ദൈവം തന്ന പ്രമാണങ്ങളും കൽപ്പനകളും അണുവിട തെറ്റാതെ അവർ പാലിച്ചിരുന്നു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോയി, മനുഷ്യനെ സ്നേഹിച്ചു, ദൈവത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും അവരിൽ മാംസം ധരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കും മനുഷ്യരെ സ്നേഹിക്കുന്നവരാകാം. അങ്ങനെ ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ക്ഷമിച്ച്, ക്ഷമ ചോദിച്ച്, കൃപയിൽ, സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം.